ഹായ്. സൺഡേ ആണെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി സൺഡേ ഓൾമോസ്റ്റ് തീരാറായി. കാരണം ഇപ്പോൾ സമയം 8:30 എങ്ങാണ്ടായി നൈറ്റ്. ഞാൻ ആക്ച്വലി എഴുന്നേറ്റിട്ട് ഒരു 1 hour ആയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ ശനിയാഴ്ച ഒരു 5:30-6 മണിക്കെന്തോ ഉറങ്ങാൻ തുടങ്ങിയതാണ്. അതുമാതിരി ഉറക്കമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ മണിക്കൂറുകളായിട്ട് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വെച്ചു. ഞാൻ ആകെ 1-2 കോള് മാത്രമേ എടുത്തിട്ട് പോലും ഉള്ളൂ. അത്രയും ഞാൻ ഒരു കോള് പോലെ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല. അതും അങ്ങനെ സമയത്താണ് എനിക്ക് തോന്നിയത്, ഞാൻ കുറേ ചിന്തിച്ചു. അപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എല്ലാ ഫ്രണ്ട്സിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 99% ഫ്രണ്ട്സിൽ നിന്നും പണി കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ ഇവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും ഞാനുമായിട്ട് അടുക്കണത്. ഈവൻ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവരുടെ ജോബ് സംബന്ധമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവരുടെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്. അങ്ങനെ ഇവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് മാത്രം നമ്മളുടെ അടുത്ത് വരികയും നമ്മളുമായിട്ട് കൂട്ടുകൂടുകയും അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ വളരെ പെട്ടെന്ന് നമ്മളെ ഒഴിവാക്കി പോവുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പോകുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല, ഇവർ പോയിട്ട് നമ്മളെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയുകയും ചെയ്യും. അങ്ങനെ എത്ര പണി കിട്ടിയാലും ഞാൻ പഠിക്കില്ല എന്ന് എന്നെ വളരെ ക്ലോസ്ലി അറിയാവുന്ന ഒരാൾ പറയാറുണ്ട്. എത്ര പണി കിട്ടിയാലും നീ പഠിക്കില്ല, നീ പിന്നെയും ഇങ്ങനെ ഒരേ ആളുകളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുമെന്ന് പറയാറുണ്ട്. ആക്ച്വലി കാരണം ഞാനെപ്പോഴും ചിന്തിക്കും, ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും അവരെ കാണേണ്ടതല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ്. പക്ഷെ ഞാനിപ്പം മനസ്സിലാക്കുന്നു, ഇവരൊക്കെ ഇവരുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രീ ടൈമിലോ ആണ് എന്നെ തേടിയെത്തിയിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ടൈം ഒന്നും കൺസിഡർ ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ ബിസി ആണോ ഈവൻ ഒന്നും ഞാൻ ചെക്ക് ചെയ്യാതെ, ഇവർ ഫ്രീ ആവുന്ന ടൈമിൽ എന്നെ കോള് വിളിക്കുന്ന സമയത്തോ മെസ്സേജ് അയക്കുന്ന സമയത്തോ എന്നെ കാണുന്ന സമയത്തോ വാട്ടവർ എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ ആ ടൈമിൽ അവൈലബിൾ ആകുമായിരുന്നു. അതെനിക്ക് പറ്റിയ ഭയങ്കരമായിട്ടൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ടൈം നോക്കി ഞാൻ ഒരാളെ പോലും മീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഫ്രീ ആണോ അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഒന്നും നോക്കിയിട്ട് ഞാൻ ഒരാളെ മീറ്റ് ചെയ്തിട്ടില്ല. കാരണം ആരെങ്കിലും എന്നോട് ഇപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ ഈവൻ ഞാൻ ഫ്രീ അല്ലെങ്കിൽ കൂടി ഞാൻ ടൈം കണ്ടെത്തും. കാരണം എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാളായിരുന്നു. അങ്ങനെ എൻ്റെ ടൈം ഒന്നും നോക്കാതെ അതേ ആയിരുന്നു എല്ലാവർക്കും ഞാൻ ടൈം കൊടുത്തോണ്ട്. ആക്ച്വലി ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. അയാൾ മീറ്റിംഗ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ വിളിച്ചാൽ ആ ടൈമിൽ അയാൾ എത്തുമെന്ന്. അങ്ങനെ ഒരാൾ മാത്രമേ എൻ്റെ ലൈഫിൽ, ബാക്കി എല്ലാവരും അവരുടെ ടൈം വെച്ചിട്ടാണ് എൻ്റെ ലൈഫിൽ അവർ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, അങ്ങനെയൊന്നും വേണ്ട, എന്തിനാണ് ഞാൻ എൻ്റെ ടൈം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആക്കണത്. സോ എന്നെ ആവശ്യമുള്ളവരാണെങ്കിൽ എൻ്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കിയിട്ട് എൻ്റെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ വെച്ചിരുന്ന ഞായറാഴ്ചയാണ്, ആരെയും